ഞാൻ പറഞ്ഞു അത് മാണി സാറ് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അദ്ദേഹം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. അന്ന് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും UDF ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ് ചെയ്തത്. മാണി സാർ ഞങ്ങളുടെ നേതാവാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് നിരപരാധിയായ കെ മാണി സാറിനെ വേട്ടയാടിയവർ ഇപ്പോൾ ഇതിന് മറുപടി പറയണം, പറഞ്ഞേ മതിയാവൂ. ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അതിന് മറുപടി പറയിപ്പിക്കും എന്ന് മാത്രം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അനിമോൻ പറഞ്ഞ കാര്യം അവിടെ നിൽക്കുമ്പോൾ അതൊന്നും ചർച്ച ചെയ്യാതെ, ഇപ്പോൾ നമുക്കറിയാം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി കൂടിയത്. ടൂറിസം എന്താണ് അങ്ങനെ കൂടാനുള്ള കാരണം? ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഉദ്യോഗസ്ഥരാണ് യോഗം ചേർന്ന് മന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മന്ത്രി പറയുകയുണ്ടായി. നമുക്കറിയാം ഇതൊക്കെ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക് എന്ന് എല്ലാവർക്കും അറിയാം. മന്ത്രി ഇന്നലെ മുഹമ്മദ് റിയാസ് കൈ കഴിയുമെങ്കിലും വ്യക്തമായും ഈ തുക നമുക്കറിയാം ഇത് ബാർ അസോസിയേഷൻ്റെ ഓഫീസ് കെട്ടിടം പണിയാൻ വേണ്ടിയാണ് എന്ന് അവർ പറഞ്ഞുവെങ്കിൽ അത് പച്ച കള്ളം മാത്രമാണ്. ഓഫീസ് കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഇന്ന് വ്യക്തമായി അതിൻ്റെ രേഖകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഓഫീസ് കെട്ടിടം പണിയുന്നതിന് വേണ്ടി നേരത്തെ ഓരോ ലക്ഷം രൂപ പിരിച്ചെടുത്തിരുന്നു. ഇപ്പോൾ ഈ 2.5 ലക്ഷം രൂപ കൃത്യമായി ഇത് സർക്കാരിന് അല്ലെങ്കിൽ LDFന് അല്ലെങ്കിൽ CPMന് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം പിരിച്ചെടുക്കപ്പെട്ട പണമാണ്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണം. കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടിക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയും രംഗത്ത് വരും എന്ന് കൂടി. ഇതിലെങ്കിലും പ്രിയപ്പെട്ട മാണി സാറിനോട് മാപ്പ് പറയാൻ, കുറ്റമേറ്റ് പറയാൻ തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്.